ബില്ലക്കുട്ടന്റെയും തേജക്കുട്ടന്റെയും ഡാൻസ് കാണാൻ പോയതാണ് കേട്ടോ ഞങ്ങൾ. സത്യത്തിൽ ആദ്യമായിട്ടാണ് ഇവന്മാര് ഡാൻസ് കളിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറുന്നത് കേട്ടോ. അതുകൊണ്ട് കൂടിയാണ് വളരെ ഉത്സാഹകുൽസിതരായി ഞങ്ങളും അങ്ങോട്ടേക്ക് പോയത് കേട്ടോ. സ്റ്റേജിന് പുറകിലേക്ക് പോയപ്പോഴേക്കും ബില്ലക്കുട്ടനെ ശാന്തമീ രാത്രിയിൽ വാദികോ ഷാദികൾ എന്ന പാട്ട് കളിക്കാൻ വേണ്ടി മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡിയാക്കി നിർത്തിയിരുന്നു. സ്റ്റേജൊക്കെ ഒരു ഒന്നൊന്നര സ്റ്റേജ് ആയിരുന്നു. ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു. സ്വന്തം മക്കളുടെ ഡാൻസ് കാണാൻ വേണ്ടി ആരാന്റെ മക്കളുടെ ഡാൻസുകൾ ഒരുപാട് നേരം കണ്ട് ഞാൻ അവിടെ കാത്തിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു പരിധിവരെ എല്ലാ രക്ഷിതാക്കളും അങ്ങനെ തന്നെയാണ്. അവരവരുടെ മക്കളുടെ ഡാൻസ് കാണാൻ വേണ്ടി മാത്രം നിന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കെട്ടും പെട്ടിയെടുത്ത് പോകുന്ന ഒരു സ്വഭാവക്കാരായിരുന്നു. പപ്പ എന്താണ് ഏട്ടന്റെ ഡാൻസ് വരാത്തത് എന്ന് പറഞ്ഞ് എന്റെ ഇളയ മകൻ ബഹളം കൂട്ടി. ഒടുവിൽ അതാ വന്നു ബില്ലക്കുട്ടന്റെ ഡാൻസ്. അതാ തുള്ളി കളിക്കുന്നത് കാണുന്നില്ലേ? അപ്പോഴാണ് ഞാൻ എന്റെ ബാല്യകാലം ആലോചിച്ചത്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ സ്കൂളിൽ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടി മാത്രമാണ് എന്റെ പേരൻസ് സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ കാലത്തെ പേരൻസുകളൊക്കെ എല്ലാ മക്കൾക്കും വളരെ സപ്പോർട്ടീവ് ആണെന്ന് എനിക്ക് ഈ വരവോട് കൂടി മനസ്സിലായി. ശാന്തമീ രാത്രിയിൽ വാദികോ ഷാദികൾ എന്ന പാട്ടിനാണ് ഇവന്മാർ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ടീച്ചർമാരും രക്ഷിതാക്കളൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവരെ കൊണ്ട് ഈ ഡാൻസ് കളിപ്പിക്കുന്നതെന്ന് ആലോചിച്ച് ഞാൻ നിർവാര വികൃതനായി. കുട്ടികളൊക്കെ ഒരു യൂട്യൂബറെ കണ്ട സന്തോഷം എന്നോട് പങ്കുവെച്ചോ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെ കാണുന്ന നീല സാരി ഉടുത്ത എല്ലാവരും ഇവിടുത്തെ ടീച്ചേഴ്സാണ് കേട്ടോ. ബില്ലക്കുട്ടന്റെ ഡാൻസ് കഴിഞ്ഞപ്പോൾ അവന് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പുറത്തുള്ള ഒരു ഹോട്ടലിൽ പോയി ബിരിയാണി മേടിച്ചു കൊടുത്തോ. എല്ലും കഷ്ണം കടിച്ചു നിൽക്കുന്ന അവനെ കാണുന്നില്ലേ? പൂച്ച മത്തി കടിച്ചതുപോലെ. അവിടുന്ന് ഭക്ഷണം കഴിച്ച എല്ലാ കുട്ടികളുടെയും പാത്രത്തിൽ ഒരുപാട് ഭക്ഷണം ബാക്കിയുണ്ടായിരുന്നു. വളരെ നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടുന്ന് കുറച്ച് നേരം ഫാന് കൊണ്ടു. അടുത്ത പ്രാവശ്യം സ്കൂൾ അധികൃതരോട് AC ഉള്ള ഓഡിറ്റോറിയത്തിൽ തന്നെ പ്രോഗ്രാം വെക്കണമെന്ന് ഞാൻ അടുത്ത PTA മീറ്റിംഗിൽ പറയാൻ ആഗ്രഹിച്ചു. അവസാനം തേജക്കുട്ടന്റെയും ഡാൻസ് കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് കുതിച്ചു.